വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടയാക്കി തീർത്തനാഥ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടയാക്കി തീർത്തനാഥ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എൻ്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എൻ്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചേർന്ന് പാടാം. ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ, ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ, മോശക്കാരൻ ഇവിടെ കണ്ടോർ കൂടെ വാണിടും. മോശക്കാരൻ ഇവിടെ കണ്ടോർ കൂടെ വാണിടും. ഭക്തൻ പാടുകയാണ്, ദേശം ദേശമായി യേശു ഭരണം ചെയ്യും. കർത്താവായ യേശുക്രിസ്തു ആക്ഷരികമായി 1000 വർഷം ഈ ഭൂമിയെ ഭരണം ചെയ്യും. ഇതെല്ലാം വരാനിരിക്കുന്ന സംഭവങ്ങളാണ്.
അന്ന് മോശക്കാരെന്ന് ഇവിടെ കണ്ടോർ അന്ന് കൂടെ വാണിടും. കർത്താവിൻ്റെ കൂടെ നിത്യതയിലും കർത്താവിൻ്റെ ഈ ഭൂമിയിലെ വാസക്കാലത്തും എല്ലാം ഭൂമിയിലെ മനുഷ്യരുടെ മുമ്പിൽ മോശക്കാരെന്ന് കണ്ടവർ അവർ കർത്താവിൻ്റെ കൂടെ കാണുമെന്ന്. സാധു സുന്ദർ സിംഗിൻ്റെ ആധ്യാത്മിക ലോകം എന്ന പുസ്തകം നിങ്ങൾ വായിച്ചാൽ സുന്ദർ സിംഗ് അനുഗ്രഹീതനായ ആധുനിക അപ്പോസ്തലനെ കർത്താവ് സ്വർഗീയ ദർശനങ്ങൾ കാണിക്കുമ്പോൾ അപ്പോസ്തലൻ അത്ഭുതപ്പെട്ടു പോയി. ഈ ഭൂമിയിൽ ഭക്തരെന്നും വിശുദ്ധരെന്നും സുവിശേഷകരെന്നും വിളങ്ങിയ അനേകര് നിത്യതയിൽ ചെല്ലുമ്പോൾ അവിടെ കാണുന്നില്ല. എന്നാൽ വളരെ പണ്ഡിതനും വളരെ ഭക്തനുമെന്ന ഈ ഭൂമിയിൽ നാം കണ്ടിരുന്ന ഒരു മനുഷ്യൻ്റെ കുശിനിക്കാരനായ പാചകക്കാരനായ ഒരാളെ നിത്യതയിൽ കാണുന്നതിനെപ്പറ്റി ആ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ, ആ ഉന്നതനായ മനുഷ്യൻ കടന്നു ചെന്നപ്പോൾ അദ്ദേഹം പോലും അത്ഭുതപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നിസ്സാര മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് തോന്നിയിട്ടില്ല, കണ്ണ് കണ്ടിട്ടില്ല. ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്തതും ചെവി കേൾക്കാത്തതുമായ നിത്യമായ ഉന്നതമായ രാജ്യം, ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, അവൻ എവിടെ, ഏത് രൂപത്തിൽ, ഏത് ഭാവത്തിൽ, ഏതെല്ലാം കിരീടങ്ങൾ പ്രാപിച്ചുകൊണ്ട് നിത്യതയിൽ വാഴുമെന്നൊന്നും മനുഷ്യന് വിധിക്കാൻ സാധിക്കുകയില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടികളാണ്. നാം എന്തിനാണ് സുവിശേഷ യോഗങ്ങൾ നടത്തുന്നത്? നാം പൗരോഹിത്യ സഭയിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു, കർത്താവിൻ്റെ വേല ചെയ്യുന്നു, ശുദ്ധീകരണം പ്രാപിക്കുന്നു. ഈ ലോകത്ത് എന്തുമാത്രം സഭകളുണ്ട്. എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ക്ഷണികമായ ക്ഷിപ്രമായ ഈ ലോക ജീവിതം കഴിഞ്ഞ് ഒരു നാൾ നാം ഈ ഭൂമിയിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടും. ആ മരണക്കിടക്ക കോടിക്കണക്കിന് മനുഷ്യർക്ക് വേദനാജനകവും ഭീതിജനകവും സംഭ്രമജനകവുമായിരിക്കുമ്പോൾ ഭക്തന്മാരായ വിശ്വാസികളായ വിശുദ്ധന്മാരുടെ മരണക്കിടക്കകൾ അത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും മരണക്കിടക്കുകളായി മാറുന്നു. അവർ കാണുന്നു അവസാന കാലങ്ങളിൽ കർത്താവിനെയും കർത്താവിൻ്റെ രാജ്യത്തെയും മാലാഖമാരെയും കാണുന്നു. പ്രത്യാശയോടെ നാം കടന്നു ചെല്ലുന്നു. എന്തിനാണ് നാം ഒരുങ്ങുന്നത്? എൻ്റെ കർത്താവേ, എനിക്ക് ഒരുങ്ങണം, അനേകരെ എനിക്ക് ഒരുക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കണം. എൻ്റെ കർത്താവിന് സ്തോത്രം. നാം എല്ലാം പ്രത്യാശ വച്ചിരിക്കുന്നതായ ഒരു ദൈവരാജ്യമുണ്ട്, ഒരു സ്വർഗീയ കനാനുണ്ട്. നാം തിരുവചനം പഠിക്കുമ്പോൾ മോശ അന്ന് ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത കനാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരെ ചെങ്കടൽ കടന്നു. അവരിങ്ങനെ 11 ദിവസം മാത്രം വഴിയുള്ളതായ കനാനിലേക്ക് ഏതാണ്ട് 40 വർഷക്കാലം ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചും അവർ അനേകം പ്രതിസന്ധികൾ, മോശ എന്തെല്ലാം നേരിട്ടു, ഏതെല്ലാം ചോദ്യങ്ങൾ നേരിട്ടു, ഏതെല്ലാം ദുർഘടമായ വഴികൾ നേരിട്ടു. ഇതെല്ലാം തരണം ചെയ്ത് മോശയെ ജനത്തെ നയിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മോശയെ നിത്യനായ ദൈവം ഹോർ പർവ്വതത്തിലേക്ക് വിളിച്ചു. മോശയെ പലപ്പോഴും ദൈവം സീനായി പർവ്വതത്തിലേക്ക് വിളിക്കാറുണ്ട്, പർവ്വതങ്ങളിലേക്ക് വിളിക്കാറുണ്ട്. പുറപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ പല മരുഭൂമികളെക്കുറിച്ച് കാണാൻ സാധിക്കും. മരുഭൂമിയിൽ ദൈവം തന്നെ ജനത്തെ നടത്തിയത്. മോശയെ സീനായി പർവ്വതത്തിലേക്ക് പലവട്ടം വിളിപ്പിച്ചു, കൽപ്പനകൾ കൊടുക്കാൻ വിളിപ്പിച്ചു, ദൈവ തേജസ് ഇറങ്ങുന്നത് കാണാൻ വിളിപ്പിച്ചു. വേദവസ്തത്തിൽ മരുഭൂമികളുണ്ട്, താഴ്വരകളുണ്ട്, പർവ്വതങ്ങളുണ്ട്. ഇതെല്ലാം വേറൊരു വിഷയമാണ്. നല്ല മനോഹരമായ വിഷയങ്ങളാണ്. ഹോർ പർവ്വതത്തിലേക്ക് മോശയെ വിളിപ്പിച്ചിട്ട് മോശയോട് ദൈവം പറയുന്ന, അരുളി ചെയ്യുന്ന ഒരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 24-ാമത്തെ വാക്യം. അഹരോൻ തൻ്റെ ജനത്തോട് ചേരും, കലഹജലത്തിങ്കൽ നിങ്ങൾ എൻ്റെ കൽപ്പന മറത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല. അഹരോനെയും, ദൈവത്തിന് സ്തോത്രം, പ്രിയപ്പെട്ടവരെ പറയുകയാണ്, മോശയും അഹരോനും അവര് ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തം കൊടുത്തതായ ദേശത്തിലേക്ക് കടക്കയില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മോശയോടും പറഞ്ഞു, നീ കനാനിൽ കടക്കയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കർത്താവ് തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മോശയോട് ഹോർ പർവ്വതത്തിൽ വെച്ച് വിവരിക്കുകയാണ്. എത്ര ഭയത്തോടും എത്ര വിളറിയ മുഖത്തോടും എത്ര സങ്കടത്തോടും കൂടിയായിരിക്കും മോശ ആ വാക്കുകൾ കേട്ടത്. സ്വന്തം സഹോദരനായ അഹരോൻ ഈ ഭൂമിയിൽ മരിച്ച് അടക്കപ്പെടും.
മോശയുടെ കാര്യം പിന്നെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഞാൻ ഈ കൊണ്ടുപോകുന്ന ഇസ്രായേൽ ജനത്തിന് അവകാശമായി കൊടുക്കാൻ പോകുന്നതായ ആ വാഗ്ദത്ത കനാനിൽ നിങ്ങൾ കടക്കയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു സങ്കടകരമായ വേദനാകരമായ വാക്കാണ് ആ കേൾക്കുന്നത്. പിന്നെ ഇത്രയും കാലം നടന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്രയും കാലം മുന്നിൽ ലക്ഷ്യമെന്തായിരുന്നു? ഇത്രയും കാലം ഈ കഷ്ടതയും എല്ലാം സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിന്നയും ആക്ഷേപവും നേരിട്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിങ്ങൾ മോശയുടെ ആ സമയത്തെ ഭാവം ഒന്ന് ഊഹിക്കാമോ? മോശ വിളറെ വെളുത്ത് കാണും, ഇങ്ങനെ വേർത്തൊഴുകി കാണും. എൻ്റെ കർത്താവേ, ഒരു മനുഷ്യനോടാണെങ്കിൽ കെഞ്ചി നോക്കാം. ഏതെങ്കിലും ഒരു ഭൂമിയിലെ മനുഷ്യനാണ് അത് പറയുന്നതെങ്കിൽ നമുക്ക് വാദിച്ചു നോക്കാം. എത്രയോ സ്കൂളുകളിൽ അധ്യാപകർ, പ്രിൻസിപ്പൽമാർ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുന്നു. നിങ്ങളുടെ മകനെയും മകളെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ മകൻ ചെയ്തത്, നിങ്ങളുടെ മകൾ ചെയ്തത്. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്ന് അപ്പനും അമ്മയിൽ നിന്ന് വേർക്കുന്നു. എനിക്കറിയാം, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ സ്കൂളിലെ സെക്കൻഡ് ടോപ്പറായി പാസ്സായ ആളാണ് ഞാൻ. എന്നാൽ പ്രീ ഡിഗ്രിക്ക് നല്ലതുപോലെ ഉഴപ്പി. എൻ്റെ അച്ഛനെ എന്നെ ഒരു എഞ്ചിനീയർ ആക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഒരു ദിവസം കോതമംഗലം MA കോളേജിലെ പ്രിൻസിപ്പൽ എൻ്റെ അച്ഛനെ കോളേജിലേക്ക് വിളിപ്പിച്ചു. പ്രിൻസിപ്പളിൻ്റെ മുറിയിൽ ഞാനും അച്ഛനും നിന്നു. പ്രിൻസിപ്പൽ പറഞ്ഞു തുടങ്ങി, ഇവൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? എൻ്റെ അച്ഛനത് വഹിക്കാൻ പറ്റിയില്ല. ചാടി എന്നെ തല്ലാൻ വന്നു. പ്രിൻസിപ്പൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ വെച്ച് തല്ലണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോകുന്ന നിമിഷങ്ങളുണ്ട്. ചെറിയൊരു പനിയായിട്ട് ഡോക്ടർ അടുക്കൽ കടന്നു ചെല്ലുന്നു. ഡോക്ടർ പറയുന്നു, നീ ഒന്നും ചെയ്യാനില്ല, കൂടി വന്നാൽ 3 മാസം, ഒരു 6 മാസമേ ആയുസുള്ളൂ. ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖം എങ്ങനെയായിരിക്കും? നനച്ചിരിയാതെ വരുന്ന ജപ്തികൾ വരുമ്പോഴുള്ള ആ ഭാവവ്യത്യാസം എന്തായിരിക്കും? എൻ്റെ പ്രിയരെ, ഇതെല്ലാം ഈ ഭൂമിയിലെ കാര്യങ്ങൾ. അത് ചിലപ്പോൾ ഈ ഭൂമിയിൽ അങ്ങ് തീർന്നു പോകും. എന്നാൽ ഈ പറയുന്നത് നിത്യതയുടെ കാര്യമാണ്. നിത്യ കനാൻ, സ്വർഗീയ കനാൻ്റെ കാര്യമാണ്. നിങ്ങളവിടെ എത്തുകയില്ല എന്നാണ് പറയുന്നത്. മോശയുടെ ആ ഭാവം ഞാൻ ഹൃദയം കൊണ്ട് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളവും തകരുന്നുണ്ട്. കർത്താവേ, തളരുന്നുണ്ട്. 32 കൊല്ലമായി ഞാനിപ്പോൾ മാനസാന്തരപ്പെട്ടിട്ട്. ഇനി കർത്താവ് തരുന്ന കാലങ്ങളെല്ലാം ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വേല ചെയ്തും ശുദ്ധീകരണം പ്രാപിച്ചും ദൈവത്തെ സാക്ഷിച്ചും എല്ലാം ജീവിച്ച് ഒരു നാൾ ആ മരണത്തോടടുക്കുന്നതായ സമയത്ത് ജീവനുള്ള ദൈവം എൻ്റെ ഏതെങ്കിലും ഒരു കുറവ് കണ്ടിട്ട് ഇങ്ങനൊരു വാക്ക്, നീ അവിടെ കടക്കയില്ല എന്നൊരു വാക്ക് കേൾക്കേണ്ടി വന്നാൽ ഇതിൽ പരം നഷ്ടമുണ്ടോ പ്രിയപ്പെട്ടവരെ? നാം ഇതെല്ലാം ഭയത്തോടെ കേൾക്കണം. കാരണം പത്രോസ്ലീഹ തൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞു, നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? നീതിമാൻ മോശ ആരായിരുന്നു? മോശ എൻ്റെ ഭവനത്തിലൊക്കെയും അവൻ വിശ്വസ്തനായിരുന്നു എന്നാണ് ദൈവം പറയുന്നത്. മോശ ആരായിരുന്നു? അവൻ ഭൂമിയിലുള്ള സകല മനുഷ്യരിലും വച്ച് അവൻ അതിസൗമ്യനായിരുന്നു. മോശയെ പറ്റി പറയുമ്പോൾ ദൈവത്തിന് എന്നും 1000 നാവാണെന്ന് പറയും. ദൈവത്തിൻ്റെ ഉള്ളമങ്ങ് സന്തോഷിക്കുമായിരുന്നു. മോശ ശരിയാണ്, അവൻ ആരാണ്? അവനെ ഞാൻ തിരഞ്ഞെടുത്തതാണ്. നൈൽ നദിയിലേക്ക് അവൻ്റെ അപ്പനും അമ്മയും അന്നത്തെ സാഹചര്യം കൊണ്ട് വളർത്താൻ സാധിക്കില്ലാത്തത് കൊണ്ട് ഞാങ്ങണപ്പെട്ടിയിലാക്കി അടച്ച് അങ്ങ് ഒഴുക്കിക്കളഞ്ഞതായിരുന്നു. എന്നാൽ നിത്യനായ ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഇതെല്ലാം യുഗകാല പരിപാടിയാണ്. പ്രിയപ്പെട്ടവരെ, യുഗകാല പരിപാടിയിൽപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നാം എല്ലാം നടന്നും തുള്ളിയും നാം എല്ലാം കിടന്നും ചെളിയിൽ കിടന്ന് ഉരുണ്ട കാലങ്ങൾ എന്നാൽ അവിടെ നിന്നെല്ലാം ദൈവം നമ്മെ വിളിച്ച് വേദരിച്ച് നമ്മെ ഇങ്ങനെ പുറകെ നടക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം കണ്ടൊരു ദൈവവൈതൽ, ദൈവത്തോട് വാക്ക് പറഞ്ഞൊരു ദൈവവൈതൽ, അവൻ ചില കാലങ്ങളിൽ ദൈവ സ്നേഹത്തിൽ നിന്ന് മാറി നിന്നാലും നമ്മുടെ പല ദൈവമക്കളും സാക്ഷ്യം പറയുന്നത് പോലെ, ഇനി എനിക്ക് കൂട്ടായ്മയൊന്നും വേണ്ട, ഇനി എനിക്ക് വചനം വേണ്ട, ഞാൻ മടുത്തു, ഇത്രയും വലിയ സങ്കടകരമായൊരു അനുഭവം ആത്മീയത്തിലുണ്ടായിട്ട് ഇനി എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന പലരുമുണ്ട്. എന്നാൽ നമ്മുടെ എല്ലാ ഉള്ളത്തിൻ്റെ ഉള്ളറയിൽ കിടക്കുന്ന ഒരു ദൈവസ്നേഹത്തിൻ്റെ തീപ്പൊരിയുണ്ട്. അത് നിഷേധിക്കാൻ നമുക്കാവില്ല പ്രിയപ്പെട്ടവരെ. ദൈവം കാലാകാലങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു, നമ്മെ ഒരുമിച്ച് കൂടുമാറാക്കി. നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനന്ത സ്നേഹം വ്യാപരിക്കുന്നു.
ആ സ്വർഗീയ വ്യാപാരത്തിൽ സാക്ഷ്യം പറയുന്നവരും വചനം പറയുന്നവരും ഒന്നും ഒരുങ്ങുന്നില്ല എന്നോ പ്രാർത്ഥിക്കുന്നില്ല എന്നോ അല്ല കേട്ടോ പറയുന്നത്. അതൊന്നുമല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്നേഹം നിസ്സാരനായ മനുഷ്യൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. താഴ്ത്തി കൊടുക്കും തോറും കർത്താവേ എൻ്റേതൊന്നുമില്ല എന്ന് പറയും തോറും നിത്യനായ ദൈവത്തിൻ്റെ കരുണ ഒഴുകി ഇറങ്ങി വരുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ മക്കളെ നേരെയാക്കാനോ എൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മീയത്തിലേക്ക് കൊണ്ടുവരുവാനോ എന്നെ കൊണ്ട് സാധിക്കില്ല. എനിക്കൊരു കാര്യം മാത്രം ചെയ്യാം, ഇരുന്ന് കരയാം. എന്നാൽ നിത്യനായ ദൈവത്തിൻ്റെ കരുണ എല്ലാം തക്ക സമയത്ത് മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ നാം പറയണം, എൻ്റെ ദൈവമേ, എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും ചെയ്യുന്ന ദൈവസ്നേഹം അതന്ന് പണ്ട് അബ്രഹാമിന് കിട്ടി, അത് മോശയ്ക്ക് കിട്ടി, അത് ദാവീദിന് കിട്ടി, ഏലിയാവിന് കിട്ടി, ഏലീശയ്ക്ക് കിട്ടി. തലമുറകൾ കടന്ന് ഇന്ന് ഈ തലമുറയിൽ നിസ്സാരനായി എനിക്കും കിട്ടി ആ കരുണ. ഞാൻ ആ കരുണയുടെ സന്തതി എത്രേ, ഞാൻ ആ കൃപയുടെ സന്തതി എത്രേ. ഞാൻ കൃപയുടെ പൈതലാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ യേശുവിൻ്റെ ഓമന പൈതലാണ്. അന്ന് നീല നദിയിൽ നിന്ന് ആ കുഞ്ഞിനെ വലിച്ചെടുക്കുവാൻ വേണ്ടി പെങ്ങളായ മിരിയാമിനെ തന്നെ കർത്താവ് പറഞ്ഞു വിട്ടു. ദൈവത്തിന് സ്തോത്രം. തർത്തുമീസ് ആ രാജകുമാരി കുളിക്കാൻ വന്നതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. രാജകുമാരിയുടെ കയ്യിലേക്ക് ആ കുഞ്ഞിനെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്ന അത്ഭുത വഴികൾ. പിന്നെ അങ്ങോട്ട് മോശയുടെ ജീവിതം നാം പഠിച്ചാൽ എത്ര മനോഹരമാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ വഴിയിലേക്ക് 80-ാമത്തെ വയസ്സിൽ വന്ന മോശ 40 കൊല്ലക്കാലം ഒരു വീരപുരുഷനായിരുന്നു. വീരപുരുഷൻ ആവാൻ കാരണം ദൈവത്തിൻ്റെ വീര്യം കയ്യിലുണ്ടായിരുന്നു. മോശ വിക്കനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൊച്ചുനാളിൽ കരഞ്ഞാൽ ഫറവോൻ്റെ സൈന്യം കേൾക്കുന്നുള്ളത് കൊണ്ട് അപ്പനും അമ്മയും അമ്മ വാപൊത്തി പിടിക്കുമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അങ്ങനെ വാപൊത്തി പിടിച്ച് മോശ വിക്കനായി പോയി അത്രേ. ഈ മോശ 40 കൊല്ലക്കാലം കൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ കാണിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഓർത്താൽ അവനെപ്പോലെ ദൈവം പറഞ്ഞു, മോശയെപ്പോലെ എന്നെ അടുത്തറിഞ്ഞ പ്രവാചകൻ ആരുള്ളൂ? ഞാൻ മോശയോട് സംസാരിക്കുന്നത് മറപൊരുളായിട്ടല്ല, മുഖാമുഖവും അഭിമുഖവുമായിട്ടത്രേ. സ്തോത്രം. ഇതെല്ലാം തിരുവചനത്തിൽ നിന്ന് പറയുമ്പോൾ നാം ആരും ഒരു കഥ കേൾക്കുന്നത് പോലെ കേൾക്കരുത്. കർത്താവേ, ഈ 21-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു ഒരു മനുഷ്യനോട് സംസാരിക്കുമെങ്കിൽ, തിരുവചനത്തിലൂടെ സംസാരിക്കുമെങ്കിൽ, എൻ്റെ കർത്താവേ, നാം കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മനുഷ്യഹൃദയങ്ങളോട് സംസാരിക്കുമെങ്കിൽ, എന്നോട് സംസാരിക്കുമെങ്കിൽ, യേശുവേ, ഞാൻ പ്രാർത്ഥനാമുറിയിൽ മുട്ടുമടക്കിയിരിക്കുമ്പോൾ നിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടുമെങ്കിൽ എനിക്കത് അനുഭവിച്ചേ പറ്റൂ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേൾക്കുന്നൊരു അനുഭവമല്ല, എൻ്റെ സജീവമായ അനുഭവമായിരിക്കണം യേശുക്രിസ്തു എന്നുള്ളത്. ക്രിസ്തു ഇല്ല എന്ന് പറയുന്ന ഈ തലമുറയിൽ ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയാണെന്ന് പറയുവാൻ നമ്മുടെ ഉള്ളം ത്രസിക്കട്ടെ. നീതിമാൻ പ്രയാസന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? മോശയോടാണ് പറയുന്നത്, അഹരോനോടാണ് പറയുന്നത്, കടക്കയില്ല എന്ന്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 26-27 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ മോശ എഴുതിയതാണ്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 26-27 വാക്യങ്ങൾ. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ഏത് കാര്യം? കർത്താവേ, ഞാൻ ഈ ജനത്തെ കൊണ്ടുവന്നു, ഈ ജനത്തെ സ്വർഗീയ കനാനിലേക്ക്, വാഗ്ദത്ത കനാനിലേക്ക് നടത്തി. അന്ന് എനിക്കൊരു തെറ്റ് പറ്റി കർത്താവേ. നമുക്ക് എന്താണ് ചിന്തിക്കാം. ഒരു തെറ്റ് പറ്റി, ഒരു അബദ്ധം പറ്റി. പക്ഷേ എനിക്ക് ആ സ്വർഗീയ കനാനിൽ കടക്കാതിരിക്കാൻ പറ്റില്ല എന്നോ? വേണ്ട, ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം ചെയ്തോ, പിസ്കയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക, ഈ യോർദാൻ നീ കടക്കയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഭൂമിയിലെ മനുഷ്യനോടാണെങ്കിൽ വാദിക്കാം. സ്തോത്രം. ഭൂമിയിലെ മനുഷ്യനോടാണെങ്കിൽ കെഞ്ചി നോക്കാം. നിത്യനായ ദൈവത്തോട് മോശയ്ക്ക് അറിയാമല്ലോ സീനായി ഇറങ്ങി വന്ന തേജസ് എന്താണ്. പർവ്വതം കാളി കത്തുകയല്ലായിരുന്നോ? ഏതെങ്കിലും മൃഗങ്ങൾ ആ പരിസരത്തേക്ക് വന്നാൽ കത്തിച്ചാമ്പലായി പോകും.
ഇത് പഴയ നിയമത്തിലെ കാര്യമൊന്നല്ല പറയുന്നത്. പുതിയ നിയമം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, തീക്ഷ്ണതയുള്ള ദൈവം. മനുഷ്യൻ അന്ന് ഇസ്രായേൽ ജനം 3 ദിവസം ഉപവാസത്തോടിരുന്നിട്ട് മാത്രമേ ആ തേജസ്സിനടുക്കിലേക്ക് വരാൻ സാധിക്കുമായിരുന്നുള്ളൂ. ദൈവം പറഞ്ഞു മോശയോട്, നീ പിസ്ഗയുടെ മലമുകളിൽ കയറി നീ കിഴക്കോട്ടും ചുറ്റി നോക്കിക്കൊള്ളു, തലവൊക്കി ഇങ്ങനെ നോക്കിക്കൊള്ളു, എന്നിട്ട് ദൂരെ നിന്ന് കണ്ടോ, നീ യോർദാൻ കടക്കയില്ല. മോശയ്ക്കറിയാം ദൈവത്തോട് എനിക്ക് എന്ത് പറയാനുണ്ട്. കാരണം സംഖ്യാപുസ്തകം 20-ാം അധ്യായം 10-ാം വാക്യം നാം വായിക്കുമ്പോൾ, മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശെ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു, വെള്ളം വളരെ പുറപ്പെട്ടു. എന്നിട്ട് 12-ാം വാക്യം, യഹോവ മോശയോടും അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുക എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകയില്ല എന്ന് അരുളി ചെയ്തു. ഇസ്രായേൽ മക്കൾ യഹോവയോട് കലഹിച്ചതും അവർ അതിൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ കലഹജലം. ദൈവത്തിന് സ്തോത്രം. മോശ അന്ന് ജനത്തെ കൊണ്ട് മടുത്തു, ജനത്തെ കൊണ്ട് വലഞ്ഞു. എന്നും പിറുപിറുക്കുന്നതായ ജനം, എന്നും തൃപ്തിയില്ലാത്തതായ ജനം, എന്നും ദൈവത്തോട് ചോദിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നതായ ജനം, ദൈവം നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനായ മോശയോടും അഹരോനോടും പിറുപിറുക്കുകയും വിരോധമായി സംസാരിക്കുകയും ചെയ്യുന്നതായ ജനം മടുത്തു. ഇവിടെ കാദേശിങ്കൽ വന്നു, അവർക്ക് വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം. അപ്പോൾ അവരുടെ ഈ പിറുപിറുപ്പ് കണ്ടപ്പോൾ മോശയുടെ ഉള്ളിൽ നിന്ന് ഒരു അസഹിഷ്ണുത അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടു. മത്സരികളെ എന്നാണ് വിളിക്കുന്നത്, മത്സരികളെ എന്ന്. പ്രിയപ്പെട്ടവരെ, മോശയ്ക്കും അന്ന് ചില തെറ്റുകൾ പറ്റി, 6 തെറ്റുകൾ പറ്റി. എന്തൊക്കെയാണെന്നറിയാമോ? വിളിക്കുന്നു, മത്സരികളെന്ന് വിളിച്ചു. ദൈവത്തിൻ്റെ ജനത്തെ മുൻവിധിയോടെ, ശരിയാണ് അവർ പിറുപിറുപ്പുകാരാണ്, എന്നാൽ ദൈവജനത്തെ മത്സരികളെ എന്ന് വിളിക്കാൻ മോശയ്ക്ക് അധികാരമില്ല. ഈ ജനത്തെ വഹിച്ചേ പറ്റൂ. ഒരു കൂട്ടായ്മ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അവിടെ വിവിധ സ്വഭാവങ്ങളുള്ളവരുണ്ട്, അവരെ വഹിച്ചും സഹിച്ചും പോയേ പറ്റൂ. അസഹിഷ്ണുത പാടില്ല. ഉള്ളിൽ ഇത്രയും കാലം എവിടെയോ മറഞ്ഞു കിടന്നതായ അസഹിഷ്ണുത പൊട്ടി പുറത്തേക്ക് വന്നു. മത്സരികളെ എന്ന് വിളിച്ചു. ഒരു ഭാവത്തിൽ പോലും അസഹിഷ്ണുത പുറത്തേക്ക് വരരുതായിരുന്നു. 2, നിങ്ങൾക്ക് ഞങ്ങൾ വെള്ളം തരണമോ എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം തരാം, ഞാനും എൻ്റെ ചേട്ടനും അഹരോനും കൂടി. ഞങ്ങൾ എന്താണ് ഈ മോശ പറയുന്നത്? ഇത്രയും കാലം ജനത്തിന് വെള്ളം കൊടുത്തതും മന്ന കൊടുത്തതും കാടപ്പക്ഷിയെ കൊടുത്തതും ചെങ്കടൽ വിഭാഗിച്ചതെല്ലാം ഞങ്ങളായിരുന്നോ? അല്ലല്ലോ, ജീവനുള്ള ദൈവമായിരുന്നില്ലേ ഞങ്ങളെന്ന് എന്തുകൊണ്ട് മോശെ നീ പറഞ്ഞു? എന്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തില്ല? ദൈവത്തിൻ്റെ കോപം, ദൈവം തീക്ഷ്ണതയുള്ളവനാണ്. 3, കർത്താവ് പറഞ്ഞത് പാറയോട് സംസാരിക്കാനാണ്. പ്രിയരെ, പാറയോട് കൽപ്പിക്കാനാണ്. മോശ തിരിഞ്ഞു നിന്ന് ജനത്തോട് സംസാരിച്ചു, വീണ്ടും തെറ്റ് വരുന്നു. 4, പാറയോട് കൽപ്പിക്കാനാണ് പറഞ്ഞത്, പക്ഷേ 2 പ്രാവശ്യം പാറയെ അടിക്കുന്നു. എല്ലാം ദൈവം പറഞ്ഞതിന് വിരോധമായിട്ടാണ് വരുന്നത്. പിന്നെ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കായകൊണ്ട് നിങ്ങൾക്ക് അവിശ്വാസം വന്നു. മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? അന്ത്യനാളിൽ വിശ്വാസം കണ്ടെത്തുമോ? എത്രയോ ഭക്തന്മാർ അവസാന കാലങ്ങളിൽ ദൈവമുണ്ടോ, ദൈവരാജ്യമുണ്ടോ എന്ന് പോലും തള്ളിപ്പറഞ്ഞ അവിശ്വാസികളായ ചരിത്രം തിരുവചനത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിലുണ്ട്, ആത്മീയ ഗോളത്തിലുണ്ട്. പ്രാർത്ഥിക്കണം, കർത്താവേ, എന്തെല്ലാം പോയാലും ക്രിസ്തുവിലുള്ള വിശ്വാസവും ക്രിസ്തുവിലുള്ള സ്നേഹവും ഒരു നാളും കുറഞ്ഞു പോകാൻ ഇടവരരുതേ എന്ന്. അടുത്ത കാര്യം എന്താണ്? 6-ാമത്തെ കാര്യം, ജനം കാണുക നിങ്ങൾ തന്നെ വിശുദ്ധീകരിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. നിങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. സാധാരണക്കാരാണോ? സാക്ഷ്യം, ജനത്തിന് മുമ്പിൽ സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയി. പഠിക്കൽ കൊണ്ടൊന്ന് കലമുടക്കുക എന്ന് പറയില്ലേ പ്രിയരെ? ആ സ്ഥലത്തിന് കലഹജലം എന്ന് പേരായി. അവിടെ വെച്ച് പറഞ്ഞു, നിങ്ങൾ ഈ ജനത്തെ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയാണ്, നിങ്ങൾ യോർദാൻ കടക്കയില്ല, വാഗ്ദത്ത കനാൻ കാണുകയില്ല. ഇനി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട. പിസ്ഗയുടെ മുകളിൽ കയറി ചുറ്റും നോക്കി കണ്ടോളൂ.
ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഇതെല്ലാം ഞാൻ എനിക്കുള്ള മെസ്സേജായി നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് എടുക്കണം. ഇതെല്ലാം ആർക്കും സംഭവിക്കാം. എന്നാൽ നിത്യനായ ദൈവം, ജീവനുള്ള ദൈവം, മോശയുടെ മരണസമയത്ത് മോശയെ ദൈവം അടക്കി. അവൻ അടക്കിയ സ്ഥലം എവിടെയെന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. നന്നായി ഇന്ന് ഭക്തന്മാർ പറയും, അവൻ അടക്കിയ സ്ഥലം ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്നുവരെയും സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിക്കാൻ പോകുന്ന വലിയൊരു സത്യമുണ്ട്. എന്താണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നുണ്ട് 11:4, അവർ ഭൂമിയുടെ കർത്താവിന് സന്നിധി നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. കർത്താവിൻ്റെ ഇനിയുള്ള 2ാമത്തെ വരവിൽ ഈ ഭൂമിയിലേക്ക് 2 പ്രവാചകന്മാർ ഇറങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു. ഒന്ന് മരിച്ചവരുടെ പ്രതിനിധിയായ മോശയും ജീവനോടെടുക്കപ്പെടുന്നവരുടെ പ്രതിനിധിയായി ഏലിയാവും ഈ ഭൂമിയിലേക്ക് വരും. നിത്യനായ ദൈവം ഓർത്തു. എൻ്റെ മകനായ മോശയോടൊരിക്കൽ ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ശരിയാണ്, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. എൻ്റെ വ്രതനായ എൻ്റെ മോശ, അവനെയോട് ഞാൻ കനാലിൽ എത്തിക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അക്ഷരീയമായി ഈ ഭൂമിയിൽ കാലുകുത്താൻ പോകുന്ന കാലമുണ്ട്. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, എബ്രായർ 6:9-10, എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ദൈവം അനീതിയുള്ളവനല്ല. അവനൊന്നും മറന്നു കളയുന്നവനല്ല. നമ്മോട് പറഞ്ഞ വാക്കവൻ മറന്നു കളയുന്നവനല്ല. മോശയെ, നിന്നെ നീല നദിയിൽ നിന്ന് വിളിച്ച് ഈ ജനത്തെ നടത്തുവാൻ ഏൽപ്പിച്ചുവെങ്കിൽ, നിന്നെ കനാലിൽ എത്തിക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിൽ അത് മറന്നു കളയുന്നവനല്ല. കാരണം തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചത്, ദൈവമക്കളെ ശുശ്രൂഷിച്ചത് എല്ലാം കുറിച്ചു വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം, നമ്മുടെ തലകൾ നമുക്ക് വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ജീവനുള്ള ദൈവം, തീക്ഷ്ണതയുള്ള ദൈവം, പാളി കത്തുന്ന തേജസ്സോടെ ഇറങ്ങി വരുന്ന ദൈവം. ആ ദൈവത്തിന് മുമ്പാകെ എന്നും ഭയത്തോടെ ജീവിക്കുക. കർത്താവേ, ഒരു അവിശ്വാസം വരല്ലേ, ഒരു മത്സരം വരല്ലേ, സാക്ഷ്യം നഷ്ടപ്പെട്ടു പോകല്ലേ, ദൈവജനത്തെ അസഹിഷ്ണുതയോടെ കാണാൻ ഇടവരല്ലേ. എൻ്റെ ദൈവമേ, ഇതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒന്ന് കഴുകണമേ യേശുവേ. നീ എന്നോട് പറഞ്ഞ വാക്ക്, അതിൽ നീ വിശ്വസ്തനാണ്. എന്നെ നീ സ്വർഗരാജ്യത്തിൽ എത്തിക്കും. മോശയെ കൈവിടാത്ത ദൈവം, ഈ ഭൂമിയിൽ ദൈവത്തോട് വാക്ക് പറഞ്ഞ് സമർപ്പിച്ചവരെ കൈവിടാത്ത ദൈവം, അവൻ എൻ്റെയും ദൈവമാണ്. ഈ പുതിയ നിയമകാലത്ത് എന്നും ഞാൻ തീരുമാനമെടുക്കുമ്പോൾ ഇന്ന് വരെ വന്നതെല്ലാം കഴുകിത്തരുന്ന കുഞ്ഞാടിൻ്റെ രക്തം ഇപ്പോൾ എൻ്റെ അരികിലുണ്ടല്ലോ. യേശു എൻ്റെ അരികിലുണ്ടല്ലോ. ആ സാന്നിധ്യമുണ്ടല്ലോ. അത് നിഷേധിക്കാനാകാത്തൊരു സത്യമാണല്ലോ. യേശുവേ, നിൻ്റെ പാദപീഠത്തിലേക്ക് ഞാൻ വീഴുന്നു. എന്നെ സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. യേശുവേ, ഞങ്ങളുടെ ജീവിതയാത്ര ഇന്ന് മുതൽ സ്വർഗ്ഗകനാലിലേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളിതാ തീരുമാനിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും ഭാരങ്ങളും കൂടിയിരിക്കണമേ. മഹത്വത്തോടെ മാത്രം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.